ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ മൊബൈൽ റിപ്പയറിംഗ് വീഡിയോ ആണ്. നമുക്ക് ഇതിൽ കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിസ്പ്ലേൻ്റെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്. മോട്ടോൻ്റെ G4 എന്നൊരു മോഡലാണ്, G4 5. അപ്പോൾ ഇത് നമ്മൾ നോക്കിയപ്പോൾ കസ്റ്റമർ ഡെഡാണെന്ന് പറഞ്ഞിട്ട് തന്നെ, പക്ഷേ പൊട്ടലും കാര്യങ്ങളും കാണുന്നില്ല. അപ്പോൾ ഡിസ്പ്ലേ നോക്കിയപ്പോൾ ഡിസ്പ്ലേൻ്റെ കംപ്ലൈൻറ്റ് ആണ്. അപ്പോൾ ഡിസ്പ്ലേ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് നോക്കാം. ഡിസ്പ്ലേ കൂടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡിസ്പ്ലേ ഇട്ടിട്ട് ചെക്ക് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് ബാറ്ററി റിമൂവ് ചെയ്തിട്ട് ഡിസ്പ്ലേ എടുക്കണം. മോട്ടോറോള മോഡൽ അതേപോലെ ലെനോവോൻ്റെ മോഡലൊക്കെ ബാറ്ററി ഭയങ്കര ഗമ്മായിരിക്കും ഉണ്ടാകുക. അപ്പോൾ ഗമ്മ് ഫസ്റ്റ് റിമൂവ് ആകാൻ വേണ്ടി സൈഡിൽ ചെറുങ്ങനെ എന്തെങ്കിലും ലിക്വിഡ് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് കുറച്ച് 5 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം റിമൂവ് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്പ്ലേക്കൊക്കെ ഡാമേജ് ആവും. നമ്മളതിന് ഓൾറെഡി ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആയതുകൊണ്ട് പ്രശ്നമില്ല. ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ആവാത്ത എന്തെങ്കിലുമൊക്കെ വരുന്നതാണെങ്കിൽ അപ്പോൾ റിമൂവ് ചെയ്യുമ്പോൾ നല്ല ശ്രദ്ധിക്കണം. ഓക്കെ, ഡിസ്പ്ലേ സിമ്പിളായി റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹീറ്റർ മെഷീനിൽ വെച്ചിട്ട് കാണാൻ പറ്റും. ഹീറ്റർ മെഷീൻ ഇതിൽ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഒരു 100 ആകുന്നതിന് മുമ്പായിട്ട് നമ്മൾ റിമൂവ് ചെയ്തിട്ട് ജസ്റ്റ് ഇയർ സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ജസ്റ്റ് കുത്തി കൊടുത്താൽ പെട്ടെന്ന് നമ്മളെ ഡിസ്പ്ലേ പെട്ടെന്ന് റിമൂവ് ആയി പോരും. അങ്ങനെ യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, നല്ലൊരു അടിപൊളി പരിപാടിയാണ്. ഇയർ സ്പീക്കറുടെ ഭാഗത്താകുമ്പോൾ എന്ന് വെച്ചാൽ ഗമ്മ് ഉണ്ടാവില്ല, ഗമ്മ് കുറവായിരിക്കും. അവിടെ പെട്ടെന്ന് പൊക്കാൻ നമുക്ക് വളരെ ഗ്ലാസ് ചേഞ്ച് വർക്കൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊക്കെ വളരെ ഉപകാരപ്പെടും. അങ്ങനെ റിമൂവ് ചെയ്താൽ മതി. ഓക്കെ, ഡിസ്പ്ലേ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഫുൾ സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ അതിൽ കൊടുക്കുക. ചാർജ് കുറവായതുകൊണ്ട് ജസ്റ്റ് ചാർജ് ചെയ്യാണ്. ഓക്കെ, ഫോൺ ഫുൾ ഓണാണ്. ജസ്റ്റ് ടച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ടച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടതാണെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ എല്ലാ ഭാഗത്തും ഒന്ന് ഓടിപ്പിക്കുക. അതേപോലെ നമ്മൾ കീപാഡ് ചെക്ക് ചെയ്യുക. അതേപോലെ കീപാഡിൽ നമ്മൾ സ്മോൾ ലെറ്റർ എല്ലാ ക്യാപ് ലെറ്ററൊക്കെ ജസ്റ്റ് അടിച്ചിട്ട് എവിടെയെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് വെക്കുക. നമ്മൾ അക്കങ്ങൾ മാത്രം ടൈപ്പ് ചെയ്യാതെ നമ്മൾ കീപാഡിലുള്ള എല്ലാ അക്കങ്ങളും ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും. എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗമ്മിട്ടിട്ട് സെറ്റാക്കാൻ പറ്റും. ഇത് ഫുൾ ഓക്കെയാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് റിമൂവ് ചെയ്യാണ്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് എല്ലാ ഭാഗത്തേക്കും ഓട്ടിയിട്ട് എവിടെയെങ്കിലും മിസ്സിങ് ഉണ്ടോ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ടച്ച് കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. നമുക്ക് ഡിസ്പ്ലേ ഫിറ്റ് ചെയ്യാം. കണക്ക് ഗമ്മ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കിയതുകൊണ്ട് കറക്റ്റ് ഫിറ്റിംഗ് ആണ്. നമ്മളെ ഫ്രെയിമിൽ നമ്മളെ ഡിസ്പ്ലേ കറക്റ്റ് ഫിറ്റിംഗ് ആയിട്ട് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാറ്ററി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് സ്ക്രൂ ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം റബ്ബർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പം തന്നെ നമ്മളെല്ലാം ഫിറ്റാക്കുന്ന ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റബ്ബറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൂടിയൊക്കെ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരാൻ സാധ്യത. അതുകൊണ്ട് നേരെ തന്നെ ഫുൾ ഫ്രെയിമും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം റബ്ബർ ഇട്ടിട്ട് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടൈപ്പ് എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ ടൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇത് ഫുള്ള് ഫിറ്റാക്കാണ്.
അപ്പോൾ ബ്ലാക്ക് ഗം ഇട്ട് കഴിഞ്ഞിട്ട് സൈഡിലൊക്കെ ജസ്റ്റ് ഗം ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഗമ്മൊക്കെ പെട്ടെന്ന് റിമൂവ് ആവും. അപ്പോൾ ഏകദേശം വർക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ബാക്കിലെ ബോഡി വെക്കാനുള്ളൂ. സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബാക്കിലെ ബോഡി നമ്മൾ ഫിറ്റ് ചെയ്യാം. അതിൽ ഗമ്മുണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യണം. പിന്നെ ഇതിൽ ഈ ചാനൽ നമ്മൾ മെയിനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ, അതേപോലെ എന്തെങ്കിലും ട്രിക്ക്, ബേസിക്കായിട്ടുള്ള ടെക്നിക്കൽ ട്രിക്കുകൾ, അതേപോലെ നമ്മൾ റിപ്പയറിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ബാക്കിലെ ഗമ്മ് നമുക്ക് സെറ്റാക്കാം. നമുക്ക് 2 ഗമ്മുണ്ട്, ബ്ലാക്ക് ഗമ്മുണ്ട്, അതുപോലെ വൈറ്റ് ഗമ്മുണ്ട്. വൈറ്റ് ഗമ്മ് സ്ട്രോങ് കുറവായിരിക്കും, ഞാൻ ബ്ലാക്കാണ് ഇടുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് ഇട്ടാൽ ചിലപ്പോൾ അത് കറക്റ്റ് നിന്നോളന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളത് കറക്റ്റ് വെച്ചതിന് ശേഷം ഫിറ്റാക്കുക. റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഒരു മണിക്കൂർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മളെ വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ വീണ്ടും ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ബൈ.